ഇനി ക്രിക്കറ്റ് വാർത്തകൾ കാണാം. ഭാരതം ശ്രീലങ്ക നാലാം 2020-യിൽ ശ്രീലങ്കയ്ക്ക് ടോസ്, ഭാരതത്തിന് ബാറ്റിംഗ്. ആദ്യ 3 കളികളും ജയിച്ച് പരമ്പര ഭാരതം സ്വന്തമാക്കിയിരുന്നു. മത്സരത്തിൽ തമിഴ്നാട് താരം ജി കമലിനി അരങ്ങേറിയേക്കും. കാര്യവട്ടത്ത് നിന്ന് VS കൃഷ്ണരാജ് ചേരുന്നു ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി. കൃഷ്ണരാജ്, യെസ്, അനിൽ നമ്പ്യാർ, കാര്യവട്ടത്ത് ആരാധകർ കാത്തിരുന്നത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നത് കാണാനാണ്. അത് സംഭവിച്ചിരിക്കുന്നു. ഹർമൻപ്രീത് കൗറിന് ടോസ് നഷ്ടമായെങ്കിലും ശ്രീലങ്കൻ ക്യാപ്റ്റൻ അട്ടപ്പെട്ടു ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ഹർമൻപ്രീതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ടോസ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുമ്പോൾ തീർച്ചയായും ബാറ്റ് ചെയ്യുമായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ആദ്യ 3 മത്സരങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കി വളരെ സന്തോഷത്തിലിരിക്കുകയാണല്ലോ ടീം. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. ഇന്ന് സുപ്രധാനമായി 2 മാറ്റങ്ങളാണ് ഭാരതം വരുത്തിയിരിക്കുന്നത്. വിരലിന് കഴിഞ്ഞ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ വിരലിന് പരിക്കേറ്റ ക്രാന്തി ഗൗഡ് കളിക്കുന്നില്ല, പകരം അരുന്ധതി റെഡ്ഡി കളിക്കുന്നുണ്ട്. മറ്റൊന്ന്, പനി കാരണം ഇന്ന് ടീം ബസ്സിൽ ഉണ്ടായിരുന്നില്ല ജമീമ റോഡ്രിഗസ്. ജമീമയ്ക്ക് പകരം ഹർലീൻ ഡിയോൾ ഇന്ന് കളിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ തമിഴ്നാട് താരം ജി കമലിനി ഇന്ന് അരങ്ങേറിയേക്കും എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ കമലിനിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും അരങ്ങേറ്റത്തിനായി. റിച്ച ഘോഷ് തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി കളിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ. കാരണം കൂടുതൽ സ്കോർ പടുത്തുയർത്തുക, അതിനുശേഷം ശ്രീലങ്കയെ വളരെ പെട്ടെന്ന് പുറത്താക്കുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം. കാരണം പരമ്പര തൂത്തുവാരുക എന്നത് ഒരു വലിയ ലക്ഷ്യമായി ഭാരതത്തിന് മുന്നിലുണ്ട്. ലോക ചാമ്പ്യന്മാരുടെ ഏകദിന ലോക ചാമ്പ്യന്മാരായ ഭാരത ടീമിലെ ഏറെക്കുറെ എല്ലാ താരങ്ങളും ഇവിടെ കാര്യവട്ടത്തുണ്ട്, ടീമിലുണ്ട്, ഇന്ത്യൻ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിജയം അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നമുക്കൊപ്പം വുമൻസ് പ്രീമിയർ ലീഗിൻ്റെ അധ്യക്ഷൻ, ഒപ്പം ചെയർമാൻ, ഒപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജയേഷ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ ജയേഷ് ജോർജ്, 2 മിനിറ്റ്. അപ്പോൾ ഇന്ന് 4ാമത്തെ മത്സരം കാര്യവട്ടത്ത്, വീണ്ടും ക്രിക്കറ്റിൻ്റെ ഉത്സവം. അത് അപ്രസക്തമാണ് മത്സരം, പക്ഷേ എങ്കിൽ പോലും ഇന്ത്യക്ക് പരമ്പര തൂത്തുപാരണം. ഇപ്പോൾ ടോസ് കിട്ടി ബാറ്റിംഗ്, ടോസ് ശ്രീലങ്കയ്ക്ക്, ഇന്ത്യക്ക് ബാറ്റിംഗ്. തീർച്ചയായിട്ടും നമ്മളുമൊക്കെ ആഗ്രഹിച്ചതാണ് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഒന്ന് കാണണമെന്ന്. കാര്യം കഴിഞ്ഞ മാച്ചൊക്കെ കണ്ടപ്പോൾ നമുക്കറിയാം ശ്രീലങ്ക ചെറിയ സ്കോറിന് ഔട്ടായതുകൊണ്ട് ഒരു ഇന്ത്യൻ ബാറ്റിംഗ് കാണാൻ കാണികൾക്ക് അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പം എന്തായാലും ഹർമൻപ്രീത് പറഞ്ഞു ടോസ് കിട്ടിയിരുന്നെങ്കിൽ ബാറ്റ് തന്നെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ സന്തോഷം എന്ന്. ഞാൻ കേട്ടില്ല. ഏതായാലും നമ്മളും എല്ലാവരും കാണികളും എല്ലാം ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് കാണാനാണ്. അപ്പോൾ 20 ഓവർ കളിക്കുവാണെങ്കിൽ നല്ലൊരു ടോട്ടൽ വരും. വിക്കറ്റ് എന്തായാലും നല്ല വിക്കറ്റാണ്. ഇന്ന് നമ്മൾ കുറച്ച് നേരമാണെങ്കിൽ ഷെഫാലിയുടെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കൂടുതൽ നല്ലൊരു പ്രകടനം, അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് പ്രകടനം കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ. ജയേഷ് ജോർജിനെ പോലെ ഒരു അതിഥിയെ കിട്ടുമ്പോൾ വിമൻസ് പ്രീമിയർ ലീഗിനെ കുറിച്ച് ചോദിക്കാതെ പറ്റില്ലല്ലോ. വിമൻസ് പ്രീമിയർ ലീഗ് നമ്മൾ ഇപ്പം എന്താ പറയുക, ജാനുവരി 9-ന് തുടങ്ങുകയാണല്ലോ. ഫെബ്രുവരി 5-നാണ് ഫൈനൽ വെച്ചിരിക്കുന്നത്. 2 വെന്യൂവിൽ വെച്ചിട്ടുള്ള ഇതാണ്, DY പട്ടേലിലും ബറോഡയിലും വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നന്നായിട്ട് കാര്യം വേൾഡ് കപ്പിന് ശേഷം എന്തായാലും ഇന്ത്യൻ വിമൻ ഒരു ടീം, അല്ലെങ്കിൽ വിമൻ ക്രിക്കറ്റ് ഒരു വലിയൊരു എന്താ പറയുക ഉയർച്ചയിലേക്കാണ്. അപ്പോൾ അത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യുക, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം. കോവിഡ് സമയത്ത് പോലും കൂടുതൽ ആഭ്യന്തര മത്സരങ്ങൾ സംഘടിപ്പിച്ച ഒരാളെന്ന നിലയ്ക്ക് കൂടിയുള്ള ഒരു അർഹമായ ഒരു പരിഗണനയാണല്ലോ വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ജയേഷ് ജോർജ് ഒരു വ്യക്തിയല്ലല്ലോ, കേരള ക്രിക്കറ്റ് അസോസിയേഷന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണല്ലോ. ഏത് പോസ്റ്റായാലും, ഒരു ഓഫീസ് ബെയർ പോസ്റ്റായാലും, ഒരു WP ചെയർമാൻഷിപ്പ് ആയാലും, അത് കേരളത്തിൻ്റെ പ്രവർത്തനം കൂടി അതിൻ്റെ ഒരു വിലയിരുത്തലും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ വൺ ഡേ വേൾഡ് കപ്പ് നേടിയ ടീമിലെ ഏറെക്കുറെ എല്ലാ താരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു അഭിമാന നിമിഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചല്ല. ഇതേമാതിരി തന്നെ നമ്മൾ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സീരീസിൽ തന്നെ കേരളത്തിലൊരു മാച്ച് കിട്ടുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മെൻസ് വേൾഡ് കപ്പും തുടങ്ങുമല്ലോ. WPL കഴിഞ്ഞ ഉടനെ തന്നെ മെൻ വേൾഡ് കപ്പ് തുടങ്ങിയാണ് ഇന്ത്യയിൽ. അപ്പോൾ എല്ലാം കൊണ്ടും അതും ഒരു ഭാഗ്യഘട്ടമായി. കാര്യം വെച്ചാൽ മെൻ ടീമിന് വേണ്ടി, മെൻ വേൾഡ് കപ്പിന് വേണ്ടി ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളിലൊക്കെ മാച്ചസും വിക്കറ്റ് പ്രിപ്പറേഷനും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതും നമുക്കൊരു അനുഗ്രഹമായി ഈ ഒരു വെന്യൂ കിട്ടും. പുരുഷന്മാരുടെ മത്സരം വരാനിരിക്കുന്നു. തീർച്ചയായിട്ടും ജാനുവരി 30-ാം തീയതി ഇന്ത്യ ന്യൂസിലൻഡ് T20 മാച്ചുണ്ട്. സഞ്ജു ടീമിലുണ്ട്. അത് തീർച്ചയായിട്ടും സഞ്ജു ഇതുവരെ ഒരു മത്സരം ഇവിടെ കേരളത്തിൽ കളിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ടീമിലുണ്ടായെങ്കിലും 11-ലുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ, ഓപ്പണിംഗ് ബാറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ 11-ൽ. ശരി, താങ്ക് യു. KCAയുടെ പ്രസിഡന്റ് ജയേഷ് ജോർജ്, വുമൻസ് പ്രീമിയർ ലീഗിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യൻ ഏകദിന ലോക കിരീടം നേടിയ ഭാരത ടീമിലെ എല്ലാ കളിക്കാരും ഇവിടെ ഉണ്ട്. 11 പേർ കളിക്കുന്നു. അതിൽ 2 മാറ്റങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും പരമ്പര വിജയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്
പരമ്പരയ്ക്കപ്പുറം 5 മത്സരങ്ങൾ വിജയിക്കുക എന്നതിൻ്റെ പരിശ്രമം തന്നെയാണുള്ളതെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ടോസ് കിട്ടിയത് ശ്രീലങ്കയ്ക്കാണെങ്കിലും ബാറ്റിംഗ് ഭാരതത്തിനാണ്. ഒരു വലിയ സ്കോർ പടുത്തുയർത്താൻ ഭാരതത്തിനാകും എന്ന പ്രതീക്ഷയാണ്. ആരാധകർ കാത്തിരിക്കുന്നതും അതിനാണ്. അനിൽ നമ്പ്യാർ. യെസ്, കാര്യവട്ടത്തെ 2020 ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്ക് എതിരെ ഭാരതം ബാറ്റിങ്ങിന് ഇറങ്ങും. ഭാരതം ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു.